എല്ലാവർക്കും നമസ്കാരം. ഹെൽത്തിഫൈ വിത്ത് ശ്രീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ജീരകവെള്ളം ഉപയോഗിച്ച് എങ്ങനെ തടി കുറയ്ക്കാമെന്നാണ് വിശദീകരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും വീടിൻ്റെ അടുക്കളയിൽ തന്നെ ഉള്ള ഒന്നാണ് ജീരകം. പലതരം ആൻറ്റി ഓക്സിഡൻറ്റുകളും ഒട്ടനവധി പോഷക ഗുണങ്ങളും ഈ ഒരു ചെറിയ വിത്തിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ദഹനം ഈസിയാക്കാനും അതുപോലെ അമിതമായിട്ടുള്ള കൊഴുപ്പിനെ ഉരുക്കി കളയാനൊക്കെ ഈ ജീരകത്തിന് കഴിവുണ്ട്. അതുപോലെ വയറു വീർക്കാൻ, നെഞ്ചരിച്ചിൽ ഒക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കും ഈ ജീരകവെള്ളം കുടിക്കുന്നത് നല്ലതായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഈ ജീരകവെള്ളം കുടിക്കുന്നത് വിശക്കാതിരിക്കാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ജീരകവെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ പറയാൻ പോകുന്നത് തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഏതു വിധത്തിലാണ് ജീരകവെള്ളം കുടിക്കേണ്ടത് എന്നാണ്. ഒരു ദിവസം വെള്ളത്തിൽ 1 സ്പൂൺ ജീരകം കുതിർത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ പിറ്റേ ദിവസം അത് അരിച്ചെടുത്ത് ചെറുതായി ഒന്ന് ചൂടാക്കിയതിന് ശേഷം 2-3 നുള്ള കറുവപ്പട്ടയുടെ പൊടി കൂടി ചേർത്തിട്ട് വെറും വയറ്റിൽ കുടിക്കാവുന്നതാണ്. നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഈ ജീരകവെള്ളത്തിൽ അരമുറി ചെറുനാരങ്ങ നീര് ഒഴിച്ചിട്ട് കുടിക്കുന്നതും നല്ലതാണ്. ചെറുനാരങ്ങ നീരിൽ സിട്രിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും നമ്മുടെ ശരീരത്തിലെ ഫാറ്റിനെ ഉരുക്കി കളയാനൊക്കെ സഹായിക്കും. അസിഡിറ്റി, വയറെരിച്ചിൽ പ്രശ്നമുള്ളവർ ചെറുനാരങ്ങ നീര് ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. PCOD പോലുള്ള ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ ഉള്ളവർക്ക് അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന അമിതവണ്ണം കുറയ്ക്കണമെങ്കിൽ തലേ ദിവസം 1 സ്പൂൺ ഉലുവയും 1 സ്പൂൺ ജീരകവും വെള്ളത്തിലിട്ട് വെച്ച് പിറ്റേ ദിവസം അരിച്ച് അതൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയതിന് ശേഷം കുടിക്കാവുന്നതാണ്. ഇത് ഇത്തരക്കാരിലുള്ള അമിതവണ്ണം കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഇതൊക്കെയാണ് ഈ ജീരകവെള്ളം കുടിക്കുന്നത് ഒഴിവാക്കേണ്ടതെന്ന് നോക്കാം. ഈ സർജറിക്കൊക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ ഇത്തരം ഡ്രിങ്ക് ഒരിക്കലും പരീക്ഷിക്കരുത്. കാരണം ജീരകത്തിന് നമ്മുടെ ബ്ലഡ് ക്ലോട്ടിംഗ് സ്ലോ ആക്കാനുള്ള ഒരു കഴിവുണ്ട്. അതുകൊണ്ട് സർജറിക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ എന്തായാലും ഈ ഡ്രിങ്ക് ഒഴിവാക്കണം. എപ്പോഴും ഒരു ആരോഗ്യകരമായ വെയിറ്റ് ലോസ് ആണ് വേണ്ടത്. വെറും 7 ദിവസം കൊണ്ടും 10 ദിവസം കൊണ്ടുമൊക്കെ തടി കുറയ്ക്കുക എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഒട്ടും നല്ലതല്ല. അനാരോഗ്യകരമായ ഒരു വെയിറ്റ് ലോസ് അല്ല നമുക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ സമയമെടുത്തിട്ട് വേണം നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ. കുടിക്കുന്നതോടൊപ്പം തന്നെ നന്നായിട്ട് വ്യായാമം ചെയ്യുകയും ആഹാര കാര്യത്തിലൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുകയും വേണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് ലഭിക്കൂ. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരത്തിലുള്ള വീഡിയോസുമായി വീണ്ടും കാണാം.